അല്ല ചങ്ങായിമാരെ വൈകുന്നേരത്തെ പുറത്തിറങ്ങാൻ കരുതിയപ്പോഴാണ് ഈ ജാതി പണിയിട്ട് വേണ്ടത്. സെപ്റ്ററിന്റെ ബാക്ക് ടയർ പഞ്ചറായി കിടക്കുന്നത്. അത് കണ്ടോടുകൂടി നമ്മുടെ നാട്ടിലെ യന്ത്രത്തിന്റെ പ്രവർത്തനം അറിയാൻ നമ്മൾ ചങ്ങായിനെ വിളിച്ചു കണ്ട ആ ടയറാണ് അയപ്പിച്ച് അത് അയച്ചെടുത്തിട്ട് ഓന്റെ വണ്ടി കയറി കണ്ട് നേരെ വിട്ട് പഞ്ചർ പീടിക്ക്. പഞ്ചർ പീടി ചെന്നിട്ട് അവിടെയുള്ള ചങ്ങായി അവിടെയുള്ള മെഷീന്മാർ 4 കറക്കലും കറക്കി കണ്ട് ആ സാധനം എടുത്ത് കണ്ടിന്റെ കയ്യിലാണ് വന്നത്. ഇതുവരെയുള്ള എന്റെ പഞ്ചർ ലൈഫിലുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഈ സാധനം. എന്തായാലും പഞ്ചറക്കാരന്റെ വകകൾ 2 സ്റ്റിക്കർ ഒട്ടിച്ചും കണ്ട് പരിക്കൊന്നും കണ്ട് തിരിച്ച് വണ്ടി കൊണ്ട് ഫിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് നേരം മൂന്നിയപ്പോഴാണ് രക്ഷകർത്താവിന്റെ ഒപ്പാണെന്നാണ് കണ്ട് എക്സാം പുസ്തകം കൊണ്ട് വരുന്നത്. ഞാനൊക്കെ പഠിച്ച കാലത്ത് നമ്മൾ ഭയങ്കര പഠിപ്പായതുകൊണ്ട് രക്ഷകർത്താവിന്റെ ഒപ്പൊക്കെ നമ്മളെ ഞെട്ടിയത്. അത് കഴിഞ്ഞ് കടന്നപ്പോഴാണ് ഖത്തറിലുള്ള നമ്മളെ പഴയ മുതലാളി വിളിച്ചത്. മൂപ്പർക്ക് അടക്കാൻ നമ്മളെന്ന് വിളിച്ചാൽ കൈഫാലൊക്കെ വെച്ചാലും മൂപ്പർക്കും സമാധാനമാവുള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പെരുന്തമണ ചങ്ങായിമാർ വിളിച്ചാൽ പേരന്റെ പുറത്ത് വരാൻ വേണ്ടി പറയുന്നത്. ആ തലയിൽ മുണ്ടിട്ടിരിക്കുന്നത് നിസാമല്ലാന്ന് പ്രത്യേകം പറയാൻ പറഞ്ഞിരിക്കുന്നത്. മൈക്കിൽ കൂടെ വിളിച്ചു പറയാതെ വെടിവഴിപാട് നടത്താൻ പറ്റും. വണ്ടി കയറിയിട്ട് നേരെ പോയത് ചെപ്പശ്ശേരിയുള്ള ഈ വീഡിയോക്കാണ്. ചെന്ന പറഞ്ഞ ഒരു പുട്ടും ബീഫാണ് പറഞ്ഞു. ടച്ചൻസിന് വേണ്ടിയിട്ട് ചിക്കൻ ചില്ലി കൊണ്ട് പറഞ്ഞു. 2 കൂടി കൂട്ടിക്കണ്ട ഒരു അമക്കലാണ് അമക്കി. 2 കുറ്റി പുട്ട് ഒരു പൊറാട്ട ആത്താക്കിയ ചെറിയാണ് ഈ കാണുന്നത്. നമ്മളെ പേരെ ഹൈ റേഞ്ചിലായതുകൊണ്ട് ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ളവർക്ക് മാത്രം നമ്മളെ പേരേക്ക് വണ്ടി ഇറക്കാൻ പറ്റുള്ളൂ. സൈഡ് പറഞ്ഞു കൊടുക്കണ ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള നിസാമാണ്. ഇവിടെ ഇഷ്ടംമാതിരി സ്ഥലമുണ്ട്. എന്നിട്ട് വന്നോ എന്താ അവിടെ ആ മലമ പോയിക്കണം. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഷൈക്കാരനും കൊടുത്തുകൊണ്ട് നമ്മളെ പേര് കയറി. അപ്പൊ ശരി.